സെയിം ഇൻസിഡൻറ്റ് ഒരു 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഒരു ഫാമിലിക്ക്. അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് കൺസൾട്ടേഷൻ വന്നത്. ഭർത്താവ് പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ പോയി, അത് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ എന്ന് പറയാം. പക്ഷെ ആ 5 ലക്ഷം പോയ സമയം തൊട്ട് ഇവിടെ ഉറക്കമില്ല ഭാര്യയ്ക്ക്. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം പോയി, ഭർത്താവിന് അത്രയും ടെൻഷൻ ഇല്ല, ഭാര്യയ്ക്ക് ടെൻഷൻ. ഇത് കയറിയത് കൊണ്ട് തന്നെ ഉറക്കമില്ല. ആ 5 ലക്ഷം പോയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എടുക്കുന്ന രീതികൾ, ഇപ്പോൾ തൈറോയ്ഡ് പ്രശ്നം കാണാം, ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ കാണാം, ഹോർമോണൽ പ്രശ്നം കാണാം, പലതും കാണാം. അപ്പം 2 കൂട്ടർ എടുക്കുന്ന 2 രീതിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവ രണ്ടും ഒരാളല്ല, ഒരിക്കലും അങ്ങനെ ആവാനേ പറ്റത്തില്ല. അവരവർക്ക് അവരുടെ സ്പേസ് കൊടുത്താൽ മതി. പിന്നെ കുറേ വെറുപ്പും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് അത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ കുറേ രോഗം വരുത്തി നമ്മുടെ ഉറക്കം കളഞ്ഞ് എന്തിനാ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം. അപ്പം നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തു, കുറച്ച് നെഗറ്റീവ് വരുന്നു, കുറേ പോസിറ്റീവ് വരുന്നു. അങ്ങനെ ഞാൻ ഒരു കമൻറ്റ് പോലും ഞാൻ നോക്കാറില്ല, ഒറ്റ ഒരെണ്ണം എന്താ ചോദ്യം എന്ന് പോലും നോക്കാറില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തിനാ നമ്മളതും കേട്ട് നമ്മുടെ സ്വസ്ഥത നശിപ്പിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വേണ്ട. അപ്പം ആ ഒരു രീതിയിൽ അതുകൊണ്ട് തുല്യരാന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ഓക്കെയാണ്.